കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല തേർഡ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന എക്സാമാണ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. 2 എക്സാം കഴിഞ്ഞു, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ കമ്പനി അഡ്മിനിസ്ട്രേഷനും. അപ്പോൾ അത് എക്സാം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ എക്സാമിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന എക്സാമാണ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ ഒരു തേർഡ് സെമ്മിലെ ഒരു പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒന്നാണ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്, അതുപോലെ തന്നെ കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, ബ്രാഞ്ച് അക്കൗണ്ട്, ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അക്കൗണ്ട്സുകൾ ഈ ഒരു ടെസ്റ്റിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പം തിയറിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് പ്രോബ്ലംസ് ആണ്. കാരണം എല്ലാ വർഷവും നമ്മളിത് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൻ്റെ ബേസിസിലാണ്. അതിൽ എല്ലാ വർഷവും കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് പ്രോബ്ലംസ് ആണ്. 1 മാർക്കും 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ തിയറി വരും. എങ്കിൽ പോലും എസ് എ ക്വസ്റ്റ്യനൊക്കെ 4 പ്രോബ്ലം ചോദിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യം എന്താണോ അതുപോലെ ഇരിക്കും. ദെൻ അതിൽ നിന്ന് നമ്മൾ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. 1 മാർക്കിനോ 2 മാർക്കിനോ 4 മാർക്കിനോ ഈവൻ 15 മാർക്കിനും പോലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. കാരണം എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്തായാലും പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൽ നിങ്ങൾ മസ്റ്റായിട്ടും പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കണം. കാരണം ഈ ഒരു 5 ചാപ്റ്ററിൽ ഏറ്റവും എളുപ്പത്തിലുള്ള ചാപ്റ്ററാണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. കാരണം ഓൾറെഡി നിങ്ങളിത് +2 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കുക. ഇനി അക്കൗണ്ടിങ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. നിങ്ങൾക്ക് എത്ര വരെയാണോ പ്രോബ്ലം ചെയ്യാൻ അറിയുന്നത് അത്രയും വരെ നിങ്ങൾ ചെയ്തിടുക. കാരണം നിങ്ങൾ എത്ര വരെ ചെയ്യുന്നോ അത്രയതിന് നിങ്ങൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. തിയറി എഴുതുന്ന പോലല്ല, പ്രോബ്ലം നിങ്ങൾ 15 മാർക്കിൻ്റെത് കുറച്ചെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 അല്ലെ 8 അതിൽ കൂടുതൽ മാർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടം വരെ അറിയാവോ അവിടം വരെ നിങ്ങൾ പ്രോബ്ലം ചെയ്യണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് തെറ്റി വരാനുള്ള സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലംസിൽ തെറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും വാല്യൂ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന് മാർക്ക് ഇട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ഇട്ട് പോകൂ. അല്ലാതെ നിങ്ങൾ എഴുതാത്ത ഒരു ക്വസ്റ്റ്യന് അവർക്ക് മാർക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് അറ്റൻഡ് ചെയ്തിടുക. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തായാലും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടേ നിങ്ങൾ പോവാവൂ. എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് പോകാം. ദെൻ അതിൽ നിന്ന് 1 മാർക്കിനും 2 മാർക്കിനും എപ്പോഴും ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് പഠിക്കാനുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് അത് നിങ്ങൾ നോക്കിപ്പോവുക. ദെൻ ഡിസൊല്യൂഷൻ എന്താണെന്നുള്ളത് നോക്കി പോവുക. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്താണെന്ന് നോക്കുക. റിയലൈസേഷൻ അക്കൗണ്ട് നമ്മളിവിടെ പഠിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ടാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലാണ് റിയലൈസേഷൻ അക്കൗണ്ട് പഠിക്കുന്നത്. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അഡ്മിഷൻ റിട്ടയർമെൻറ്റ് സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് റീവാലുവേഷൻ അക്കൗണ്ട്. ദെൻ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണെന്നൊന്ന് നോക്കി വെക്കുക. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് നമുക്ക് നമ്പർ ഓഫ് പേഴ്സൺസ്, എഗ്രിമെൻറ്റ്, ബിസിനസ്, ഷെയറിംഗ് പ്രോഫിറ്റ്, ഇങ്ങനത്തുള്ള കുറച്ച് പോയിന്റുകൾ പാർട്ട്ണർഷിപ്പിന് പഠിച്ചു വെക്കുക. പിന്നെ കോഷൻ മണി എന്താണെന്ന് നോക്കി വെക്കുക. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അതൊന്ന് പഠിക്കാം. ദെൻ വരുന്നത് ഗാർണർ വേഴ്സസ് മുറേ, അത് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് ഗാർണർ വേഴ്സസ് മുറേ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ. അപ്പോൾ അതെന്താണെന്നുള്ള ആ റൂൾ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കാം. അടുത്തത് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഡിസൊല്യൂഷൻ ഏതൊക്കെയാണ്? ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ, അങ്ങനത്തുള്ള ഒരുപാട് മെത്തേഡ്സുകൾ അല്ലെ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഉണ്ട്. മോഡ് എന്ന് ചോദിച്ചാലും ടൈപ്പ് എന്ന് ചോദിച്ചാലും മെത്തേഡ്സ് എന്ന് ചോദിച്ചാലും നിങ്ങൾ അത് തന്നെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നിങ്ങൾക്ക് 2 മാർക്കിനും 1 മാർക്കിനും വരാവുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്. അതിനോടൊപ്പം തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പഠിച്ചു നോക്കുക. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വരുന്ന കണ്ടൻറ്റുകൾ പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്താണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും പഠിക്കണം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും പഠിക്കണം. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു നോക്കുക.
അടുത്തത് സർക്യൂംസ്റ്റാൻസസ് അണ്ടർ വിച്ച് എ ഫേം ഈസ് ഡിസോൾവ്ഡ്. ഒരു ഫേം ഡിസോൾവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഫേം ഡിസോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പല കാരണം കൊണ്ടാവാം. എന്താണ് ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നതാവാം. അതും ടൈപ്സ് മോഡ് ഓഫ് ഡിസൊല്യൂഷനിൽ പഠിക്കുന്നത് തന്നെയാണ്. ഇനി 2 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഓഫ് ഗാർണർ വേഴ്സസ് മുറി. ഗാർണർ വേഴ്സസ് മുറിക്കകത്തുള്ള 2 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. ദെൻ വാട്ട് ഈസ് അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡ് അസറ്റ് വന്നാൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ എന്നുള്ളൊരു ജേർണൽ എൻട്രി ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. പുതിയൊരു അസറ്റ് വരികയാണ്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രിയും അത് എന്താണെന്നും നിങ്ങൾ എഴുതി വെക്കുക. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം നമുക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം, രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്യാം. രജിസ്റ്റർ ചെയ്താൽ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു നോക്കുക. ദെൻ വരുന്നതാണ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. അത് നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് സിലബസിൽ വന്ന ഒന്നാണ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കാം. ഇനി ഇത്രയാണ് 1 മാർക്കിനും 2 മാർക്കിനും ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാ വർഷവും ഒരുപോലെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഓഫ് എ ഫേം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫേം ആണ്. ഫേമിൻ്റെയും അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ വാട്ട് ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്. റിയലൈസേഷൻ അക്കൗണ്ട് എന്താണെന്ന് എഴുതണം. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന ജേർണൽ എൻട്രി എഴുതി നിങ്ങൾ വെക്കുക. ഒരു അസറ്റ് വരുമ്പോൾ എങ്ങനെയാണ്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ലയബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത കൈൻഡ് ഓർ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് നമ്മൾ നേരത്തെ തൊട്ട് പഠിച്ചു വരുന്നതാണ്. പല രീതിയിൽ പാർട്ട്നേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് പാർട്ട്നർ, സ്ലീപ്പിംഗ് പാർട്ട്നർ, വർക്കിംഗ് പാർട്ട്നർ. ആ പാർട്ട്നേഴ്സ് ഏതൊക്കെ ടൈപ്സ് ആണെന്ന് നിങ്ങൾ നോക്കി വെക്കുക. അടുത്ത കണ്ടന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓൾറെഡി പറഞ്ഞതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് എഴുതുക, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് എഴുതുക, കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ റീവാല്യൂഷൻ ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട്. അതും ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. റീവാല്യൂഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക. ദെൻ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് 2 മെത്തേഡാണുള്ളത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. അതെന്താണെന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഒരു ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ ഡിഫറെൻറ്റ് വേസ്, അതായത് എങ്ങനെയൊക്കെ ഡിസൊല്യൂഷൻ ചെയ്യാം, അതും ടൈപ്സ് ഓർ മോഡ്സ് തന്നെയാണ്. ദെൻ 15 മാർക്കിന് ഉറപ്പായിട്ടും ഒരു പ്രോബ്ലം ചോദിക്കും. റിയലൈസേഷൻ അക്കൗണ്ട്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ഇത്രയും പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോബ്ലംസ് ചോദിക്കും. ഇനി 4 മാർക്കിന് വേണമെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ടും ചോദിക്കും. അതുപോലെ ഇതിൽ നിന്ന് തിയറി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. അത് വാട്ട് ഈസ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിസ്കസ് 2 മെത്തേഡ്സ് ഓഫ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും അതിൻ്റെ 2 മെത്തേഡ്സ് അത് നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു. ആ 2 മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതും തിയറി എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയാണ് 1ാമത്തെ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ്. പക്ഷേ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഇനി 2ാമത്തെ മൊഡ്യൂളാണ്. 2ാമത്തെ മൊഡ്യൂളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, കൺസൈൻമെൻ്റ് ആണ്. അതിനകത്ത് ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡെൽക്രീഡറി ഏജൻറ്റ് ആരാണ്, ഡെൽക്രീഡറി കമ്മീഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ അബ്നോർമൽ ലോസ്, അക്കൗണ്ട് സെയിൽസ്. അക്കൗണ്ട് സെയിൽസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അക്കൗണ്ട് സെയിൽസിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ആ ഫോർമാറ്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കൺസൈനി ആരാണ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾ കൺസൈനർ ആരാന്നുകൂടെ പഠിച്ചു വെക്കുക. കൺസൈനറും കൺസൈനിയും. ദെൻ വരുന്നത് ഓവർ റൈഡിങ് കമ്മീഷൻ. ഇതൊക്കെ ആ ഒരു നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഓവർ റൈഡിങ് കമ്മീഷൻ. ദെൻ റെക്കറിങ് ആൻഡ് നോൺ റെക്കറിങ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ എക്സ്പെൻസസ് ഓൺ കൺസൈൻമെൻറ്റ്, കൺസൈൻമെൻറ്റിൽ വരുന്ന എക്സ്പെൻസസ് ഏതൊക്കെയാണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ഇൻവോയ്സ്. ടെസ്റ്റിൽ ഡിഫറൻസ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്, സെയിൽസും ഇൻവോയ്സും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ കൺസൈൻമെൻറ്റ് എന്താണെന്ന് നിങ്ങൾ നോക്കി വെക്കുക. അടുത്തത് പെർഫോമ ഇൻവോയ്സ്, അതിൻ്റെയും ഫോർമാറ്റ് ഉൾപ്പെടെ നിങ്ങൾ പെർഫോമ ഇൻവോയ്സ് എന്താണെന്ന് നോക്കുക. നെക്സ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് കൺസൈനർ എന്താണെന്ന് നോക്കുക. നീഡ്സ് ഫോർ കൺസൈൻമെൻറ്റ്, കൺസൈൻമെൻറ്റിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്. എക്സ്പ്ലെയിൻ ദ അബ്നോർമൽ ലോസസ് ഇൻ കൺസൈൻമെൻറ്റ്, കൺസൈൻമെൻറ്റിൽ അബ്നോർമൽ ലോസ് എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കുക. ദെൻ പാർട്ടീസ് ഇൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലെ പാർട്ടീസ് ആരൊക്കെയാണ്, കൺസൈനറും കൺസൈനിയാണ്. ആ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കുക. ഇത്രയാണ് 1 മാർക്കിനും 2 മാർക്കിനും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്.
ദെൻ അതിൽ നിന്ന് 4 മാർക്കിന് എല്ലാ തവണയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ കൺസൈൻമെൻറ്റ് ആൻഡ് സെയിൽ. കൺസൈൻമെൻറ്റും സെയിലും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഹൗ ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ടിങ് ടേക്ക് പ്ലേസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിലെ ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെയാണ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രിയും ക്രെഡിറ്റ് സെയിൽസ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഇൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ നിങ്ങൾ പഠിച്ചു നോക്കുക അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഇൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ട് അബ്നോർമൽ ലോസ്, നോർമൽ ലോസ്, അതുപോലെ തന്നെ സ്റ്റോക്ക്, സെയിൽസും കൺസൈൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, കൺസൈനറും കൺസൈനിയും ആരാണ്, അതുപോലെ തന്നെ അക്കൗണ്ട് സെയിൽസ്, കമ്മീഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി വരുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് എന്താണെന്നുള്ളത്. അത് 1 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ ജേർണൽ എൻട്രി പഠിച്ചു വെക്കണം. ഒന്നുകിൽ ഒരു ഡീറ്റെയിൽസ് തന്നിട്ട് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിരിക്കും, കോ വെഞ്ചറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ജേർണൽ എൻട്രി കൃത്യമായിട്ട് പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കോ വെഞ്ചറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുന്നതെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ, അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കുക. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. ഇത് 4 മാർക്കിനും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ എന്താണ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ വേരിയസ് മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻ. ഇത് നമുക്ക് പഠിക്കാറുണ്ട്. ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻ്റെ വേരിയസ് മെത്തേഡ്സ് എന്തൊക്കെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വൈ ജോയിൻറ്റ് വെഞ്ചർ ആർ നീഡഡ്. എന്തിനാണ് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ, നേച്ചർ ഓഫ് കോ വെഞ്ചർ അക്കൗണ്ട്. കോ വെഞ്ചർ അക്കൗണ്ട് എന്താണെന്ന് നോക്കി വെക്കുക, അതിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കുക. ദെൻ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസൈൻമെൻറ്റും ജോയിൻറ്റ് വെഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഏതെങ്കിലുമൊക്കെ ഡിഫറൻസ് ചോദിക്കും. അതിൽ വരുന്നതാണ് കൺസൈൻമെൻറ്റും ജോയിൻറ്റ് വെഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 മാർക്കിനും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ 4 മാർക്കിന് ഒരുപാട് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ജോയിൻറ്റ് വെഞ്ചറും കൺസൈൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ വരുന്നത് ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ജോയിൻറ്റ് വെഞ്ചർ ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് 4 മാർക്കിന്. ഇതിൽ നിന്നൊന്നും 15 മാർക്കിന് തിയറി ചോദിച്ചിട്ടില്ല. 15 മാർക്കിന് ഇതിൽ നിന്നെല്ലാം പ്രോബ്ലംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ജോയിൻറ്റ് വെഞ്ചർ 4 മാർക്കിന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും ജേർണൽ എൻട്രി എഴുതി ചെയ്യാനായിട്ട്. അത് നിങ്ങൾ നോക്കി വെക്കുക. ഇനി 4ാമത്തെ മൊഡ്യൂൾ ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ നിന്നും പ്രോബ്ലം ചോദിക്കും. അതുപോലെ തന്നെ തിയറിയും വരുന്നതാണ്. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചുകളുണ്ട്. അതായത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്, അതുപോലെ തന്നെ ഫോറിൻ ബ്രാഞ്ച്. ദെൻ അതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട് ഓൺ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. സ്റ്റോക്കും ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ ആണ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്താണ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ദെൻ ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ ഓൾറെഡി പറഞ്ഞതാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ദെൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് നോക്കി വെക്കാം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ നിന്ന് 5 മൊഡ്യൂളിലും ഏതെങ്കിലുമൊക്കെ ഡിഫറൻസ് ചോദിക്കും. ദെൻ അടുത്ത് വരുന്നത് വാട്ട് യു മീൻ ബൈ ഇൻകോപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ്. ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് ഹെഡ് ഓഫീസ് അവരുടെ ബുക്സ്, ബ്രാഞ്ച് അക്കൗണ്ടുകളുടെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ വേസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് എന്താണെന്നുള്ളത് എഴുതി വെക്കുക. ബ്രാഞ്ചിൻ്റെ നേച്ചർ എഴുതി വെക്കുക. അതുപോലെ തന്നെ പെറ്റി ക്യാഷ് എങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേച്ചർ ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ നേച്ചർ എഴുതാം. ഇനി ഇതിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ടൈപ്പ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആണ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചുകളുടെ ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ നിന്ന് 15 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ച് ഫ്രം അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ. അതായത് നിങ്ങൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ബ്രാഞ്ച് ഉണ്ട്, അത് ടൈപ്സ് ഓഫ് ബ്രാഞ്ച് തന്നെയാണ് നിങ്ങൾ
ഏതൊക്കെ ടൈപ്സ് ഓഫ് ബ്രാഞ്ച് ഉണ്ടോ അതെല്ലാം എഴുതാം. ദെൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്, അതായത് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ആ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് തിയറി എഴുതാനാണ്. അപ്പം 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രോബ്ലം നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ തിയറി പഠിച്ചു നോക്കണം. ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആക്കിയിട്ട് നിങ്ങൾ നോക്കി വെക്കണം. ഇനി 5ാമത്തെ മൊഡ്യൂളാണ്. ഇതും എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബ്ലം വരുന്നതാണ്. 4 മാർക്കിനും പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഇതിൽ നിന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ള തിയറിയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് എന്താണ്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ബ്രാഞ്ചും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് ലിസ്റ്റ് ദ അപ്പോഷ്മെൻറ്റ് ഓഫ് കോമൺ എക്സ്പെൻസസ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഷ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ഒരു ചാർട്ട് രൂപേണ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ എക്സ്പെൻസസ് ഏതൊക്കെ രീതിയിലാണ് വീതിക്കുന്നതെന്ന് അത് നിങ്ങൾ പഠിച്ചു നോക്കുക. അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യന് വൈ അപ്പോഷ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് നീഡഡ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്. എന്തിനാണ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിൽ ഓരോ എക്സ്പെൻസസും ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുന്നത്, അത് നിങ്ങൾ പഠിച്ചു നോക്കുക. അടുത്തത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സിൻ്റെ വേരിയസ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നും പഠിച്ചു നോക്കുക. ഇത്രയും 2 മാർക്കിന് വന്നിട്ടുള്ളതാണ്. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അക്കൗണ്ട്. അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് പഠിച്ചു നോക്കുക, ഒബ്ജക്റ്റീവ്സ് പഠിച്ചു നോക്കുക. ദെൻ ഹൗ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ആർ ട്രീറ്റ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളും 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾ പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൽ ഡിസൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിങ്ങും അതും ഒന്ന് പഠിച്ചു നോക്കുക. വേണമെങ്കിൽ അതും എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുപോലെ തന്നെ കൺസൈൻമെൻറ്റിൻ്റെ പ്രോബ്ലം ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. കൺസൈൻമെൻറ്റ് എങ്ങനെയാണ് കൺസൈനറിൻ്റെയും കൺസൈനിയുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ട്രാൻസാക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ട്രാൻസാക്ഷൻസ് എഴുതാനായിട്ട് പഠിക്കുക. കോ വെഞ്ചറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് പഠിക്കുക. ഇനി 5ാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് എങ്ങനെയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്, ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്ങും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിൻ്റെ PDF നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ടെലിഗ്രാം ചാനൽ ഇല്ലാത്തവർ ആ ടെലിഗ്രാം ചാനൽ കൊമേഴ്സ് അച്ചീവേഴ്സ് മലയാളം എന്ന ടെലിഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.